ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. സച്ചി കലിപ്പിൽ തന്നെയാണുള്ളത്. ഒരിക്കലും അവരുടെ വിവാഹം നടത്തില്ല. നമ്മുടെ രേവതിയുടെ അല്ല, സോറി, ദേവുവിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അരുണിന്റെയും വിവാഹം നടത്തില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നീ അങ്ങനെ വല്ല സ്വപ്നവും കാണുന്നുണ്ടെങ്കിൽ വേണ്ട, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞു. രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. രേവതി ഇപ്പൊ മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ അരുൺ ഒരു വെല്ലുവിളി നടത്തിയിട്ടാ പോയത്. എങ്ങനെയെങ്കിലും അവളെ വിവാഹം കഴിച്ചിരിക്കും. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവളും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കൂടെ ആയിരിക്കും. നിങ്ങൾ ഇപ്പം നിന്ന് നടത്തി തരികയാണെങ്കിൽ അതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ അതായത് നമ്മുടെ ദേവുവിനെ വിളിച്ചുകൊണ്ട് തന്നെ പോകും എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആകെപ്പാടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നടക്കുകയാണ്. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേവു ആണെങ്കിലോ അരുണിനെ വിളിച്ച് സംസാരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഫോണിൽ മെസ്സേജ് മാത്രമേ നമ്മുടെ അരുണിന് അയക്കാൻ പറ്റത്തുള്ളൂ. ദേവുവിന് എപ്പോഴും ശരത്തും ലക്ഷ്മിയും കൂടെ 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 പുറകെ നടക്കുകയാണ്. അപ്പം എന്താ ഏതാന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പതുക്കെ നമ്മുടെ ലക്ഷ്മി വന്നിട്ട് ദേവുവിനോട് പറഞ്ഞു, മോളെ ദേവു നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ ദേവു എന്താ എന്ന് ചോദിച്ചോട്ടെ. ദേവുവിന് ദേഷ്യമാണ്. കാരണം സച്ചിയും ലക്ഷ്മിയൊക്കെ തന്നെയാണല്ലോ ഈ ഒരു കല്യാണത്തിന് കൂടുതലും എതിരായിട്ട് നിൽക്കുന്നത്. അപ്പം ദേഷ്യത്തിൽ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും, മോളെ നിന്റെ ദേഷ്യത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം ഓർക്കണം, ഇപ്പൊ നമ്മുടെ ഈ കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് സച്ചിയാണ്. സച്ചിക്ക് ഇഷ്ടമില്ലാതെ ഒരു വിവാഹം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, അത് ശരിയാകുമോ? ഞാൻ പറയുന്നതിനാണോ തെറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, വേണ്ട അമ്മ എന്നോടൊന്നും പറയണ്ട. അമ്മ ഞാൻ എന്ത് തെറ്റ് ചെയ്തതുപോലെയല്ലേ എന്നോട് പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാ അമ്മ ചെയ്തത്? ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളുടെ കൂടെ ഇറങ്ങിപ്പോയോ? ഒരിക്കലും ഇറങ്ങിപ്പോയിട്ടില്ല. ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു എന്ന് വന്ന് ഇവിടെ പറഞ്ഞ് കല്യാണം നടത്താൻ നോക്കിയതാണോ തെറ്റ്? എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഞാൻ സച്ചേട്ടൻ മോശക്കാരനാണെന്നോ സച്ചേട്ടൻ പറയുന്നത് തെറ്റാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ സച്ചേട്ടൻ ഒരു കാര്യം വിചാരിക്കണം, സച്ചേട്ടന് ദേഷ്യവും വാശിയും ഒക്കെ അരുണേട്ടനോട് കാണുമായിരിക്കും. പക്ഷെ അതിപ്പം ഈ വകയല്ലല്ലോ അത് തീർക്കേണ്ടത്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ, സ്നേഹിച്ചവരല്ലേ. ഞാന് എടുത്തു ചാടിയൊന്നും പോയി എടുത്തൊരു തീരുമാനം അല്ല ഇത്. അങ്ങനെ എടുത്തു ചാടി തീരുമാനം എടുക്കാൻ മാത്രം ഞാനൊരു പൊട്ടിയല്ല. ഞാൻ എന്റെ കുടുംബത്തിന് പറ്റിയ ഒരാളെ തന്നെയാ കണ്ടുപിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേവു ഞാൻ നിന്നോട് മര്യാദയ്ക്കാ പറഞ്ഞത്. സച്ചി സമ്മതിക്കാതെ ഒരിക്കലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. കാരണം അവനാണ് ഈ വീട്ടിന്റെ നാഥൻ, ഇപ്പോഴത്തെ നാഥൻ. അത് നീ മനസ്സിലാക്കണം. പിന്നെ സച്ചി പറയുന്നത് അങ്ങനെ വിവാഹം നടത്തി കഴിഞ്ഞാൽ അവൻ ഈ വീട്ടിൽ കയറില്ല എന്നാ. അവൻ ഈ വീട്ടിൽ കയറാതെ മുമ്പ് രേവതി ഇങ്ങോട്ട് അവൻ വിടുവോ? അതുപോലെ തന്നെ സച്ചിനെ ധിക്കരിച്ച് രേവതി ഇങ്ങോട്ടേക്ക് വരുവോ? നീ നിന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തിട്ട് വേണോ മോളെ നിനക്കൊരു ജീവിതം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്? അത് നീ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു. നമ്മുടെ ദേവു അങ്ങനെയും ചിന്തിച്ചപ്പോ ശരിയാണ്, തന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തിട്ട് ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഏതായാലും ഈ സമയത്താണെങ്കിൽ ശ്രീകാന്തും വർഷയും ഈ കാര്യം അറിഞ്ഞു കേട്ടോ. അപ്പം വർഷയ്ക്ക് ഇവരെ വിവാഹം കഴിപ്പിച്ചു വിടണം എന്ന് തന്നെയാണ് ആഗ്രഹം. മാത്രമല്ല നമ്മുടെ ദേവു ഒരുപാട് കൂട്ടു നിന്നിട്ടുണ്ടല്ലോ വർഷയുടെയും ശ്രീകാന്തിന്റെയും വിവാഹത്തിന്. അപ്പം ദേവും ശ്രീകാന്തും വർഷയും ശ്രീകാന്തും ഇത് അറിഞ്ഞു. രേവതിയുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വർഷയും ചോദിച്ചു. ശ്രീകാന്തിനോട് നേരത്തെ തന്നെ നമ്മുടെ സച്ചി കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ വർഷയോട് ശ്രീകാന്ത് ഇത് പറയാൻ നിന്നില്ല. നമ്മുടെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ഇത് എന്തൊരു അന്യായമാണ് രേവതി ചേച്ചി. രണ്ടു പേർക്ക് ഇഷ്ടപ്പെട്ടു, അവര് വിവാഹം കഴിക്കുന്നതിന് എന്ത് തെറ്റാ ഉള്ളത്? ഞാനും ശ്രീകാന്തും വിവാഹം കഴിച്ചു, അതിനും ഒരുപാട് സഹായം ഞങ്ങൾക്ക് അവള് ദേവു ചെയ്തു തന്നിട്ടുണ്ട്. അവൾ ഒരിക്കലും എടുക്കുന്ന ഒരു തീരുമാനം എടുത്തു ചാടി എടുക്കുന്ന തീരുമാനമല്ല. അതുകൊണ്ട് തന്നെ സച്ചേട്ടനോട് ഞാൻ സംസാരിക്കാം, സച്ചേട്ടനോട് ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ സച്ചേട്ടനോട് ഇങ്ങനെയൊക്കെ, അതായത് പ്രമോശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, അതായത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ സച്ചിയോട് സംസാരിക്കാനായിട്ട് വർഷ ചെല്ലാണ്. അപ്പൊ വർഷ ചെന്നിട്ട് സച്ചേട്ട എന്താ സച്ചേട്ട ഇത്? സച്ചേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? സച്ചേട്ടനെ ഞാൻ എൻ്റെ ഒരു ചേട്ടനായിട്ടാ കാണുന്നത്. സച്ചേട്ടൻ അത്യാവശ്യം എല്ലാവരും പറയുന്നു സച്ചേട്ടൻ ഒരു റൗഡിയാണ്, ദുഷ്ടനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സച്ചേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനായിട്ട് കാണുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ സച്ചേട്ടനെ വെറുത്തെങ്കിലും സച്ചേട്ടൻ ഒരു നല്ല മനസ്സുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുക സച്ചേട്ടനും അരുണും എന്ന് പറയുന്ന ആ പോലീസുകാരനെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. പക്ഷെ ആ പോലീസുകാരനുമായിട്ട് സച്ചേട്ടനും അരുണും ഒരു പ്രശ്നം ഉണ്ട്, ആ പോലീസുകാരനുമായിട്ടൊരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് ദേവുവിന്റെ ജീവിതം തല്ലിക്കെടുത്തേണ്ട ആവശ്യമുണ്ടോ?
അവർ രണ്ടുപേരും സ്നേഹിക്കുന്നവരല്ലേ, അവർ രണ്ടുപേരും സ്നേഹിക്കുന്നവരാകുമ്പോഴത്തേക്കും അവർ വിവാഹം കഴിച്ച് ജീവിക്കട്ടെ. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ, സ്നേഹിക്കാതെ അല്ലെങ്കിൽ പരസ്പരം അറിയാതെ രണ്ടുപേര് വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓ വർഷേ, നീ ഇതിനെക്കുറിച്ച് പറയുമൊന്നും വേണ്ട. അല്ലെങ്കിലും എനിക്കറിയാം, നീ രേവതിയുടെ കൂടെ തന്നെ കൂട്ടു നിൽക്കുന്നതേ ദേവുവിന്റെ കൂടെ കൂട്ടു നിൽക്കുന്നതിന് കാരണമുണ്ട്. നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ ഒരുപാട് സഹായം ചെയ്തു തന്നല്ലോ ഈ പറഞ്ഞ രേവതിയും ദേവും. അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതായാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. അവൾ എന്റെ അനിയത്തിയായിട്ടിരിക്കും, ഒരിക്കലും ഈ കല്യാണം ഞാൻ അംഗീകരിച്ചു കൊടുക്കത്തില്ല. അവന് ചെയ്യാത്തൊരു തെറ്റാണ് എന്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റല്ല. അതുപോലെ ഒരു സ്വഭാവമുള്ള ഒരുത്തന് വീട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് മുട്ടിക്കും. അവൻ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കും. അതൊന്നും ഒരിക്കലും ശരിയാവില്ല. പാവം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ദേവുവിനെയും ശരത്തിനെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഈ പറയുന്ന രേവതി തന്നെ പിന്നെ ഒരു ദിവസം എന്നോട് ചോദിക്കും, സച്ചേട്ടൻ അറിയാമായിരുന്നല്ലോ, പിന്നെ എന്തിനു സച്ചേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് രേവതി തന്നെ തിരിഞ്ഞ് എന്നോട് ചോദിക്കും. അതുകൊണ്ട് അതൊന്നും ശരിയാവില്ല. പക്ഷെ നീ അതൊന്നും ആ ഒരു കാര്യത്തിന് നീ തീരുമാനം എടുക്കേണ്ടത്. ആരൊക്കെ, നീ എന്റെ കുഞ്ഞു പെങ്ങളൊക്കെയാണ്, നിന്നെ ഞാൻ അങ്ങനെ കാണുന്നൊക്കെ ഉണ്ട്. എങ്കിൽ പോലും സ്നേഹബന്ധം അതിനോടൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ നിനക്കറിയാലോ. ഇവിടത്തെ അശോകനങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഞാൻ മുൻകൈ എടുത്ത് നിന്നിരുന്നു. അത് അവൻ നല്ലൊരു സ്വഭാവമുള്ളൊരു പയ്യനായതുകൊണ്ടാ. അവന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം അറിഞ്ഞ് അവൻ നല്ലൊരു പയ്യനായതുകൊണ്ടാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല സച്ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന അരുൺ എന്ന് പറയുന്ന പോലീസുകാരൻ നല്ലതല്ലെന്ന് പറയുന്നത്? സച്ചേട്ടനോട് ശത്രുത ഉള്ളത് കൊണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് നമുക്ക് എത്ര പേരോടൊക്കെ ശത്രുത കാണും. അവർക്ക് ചിലപ്പോൾ നമ്മൾ കൊള്ളില്ലായിരിക്കും, അവര് ചിലപ്പോൾ നമുക്ക് കൊള്ളില്ലായിരിക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും കൊള്ളില്ല എന്ന് പറയരുത്. അവൻ കുടുംബം നോക്കുന്ന ഒരുത്തനായിരിക്കാം, അതുപോലെ ഭാര്യനെ സ്നേഹിക്കുകയും ഭാര്യനെ നന്നായിട്ട് നോക്കാൻ കഴിവുള്ള ഒരാളും ആയിരിക്കാം. ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ ഒരു ശത്രുത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും അയാൾ ശത്രുത വെച്ച് പുലർത്തുന്നൊന്നും ഇല്ലല്ലോ. അയാളുടെ ഒരു ഇതല്ലേ, ജോലിയല്ലേ അത്. അപ്പൊ ആ ജോലിക്കിടയിൽ ഇങ്ങനെയൊക്കെ ശത്രുക്കളൊക്കെ ഉണ്ടാകും. അതിപ്പോ സച്ചേട്ടൻ അല്ലെങ്കിൽ വേറൊരാളുണ്ടാകും. അപ്പം അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ സച്ചേട്ടാ, ദേവുവിന് ഇഷ്ടമുള്ളൊരു കല്യാണം നടത്തി കൊടുക്കുക, അതാ നല്ലത്. അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോ സച്ചേട്ടന് ഏത് സ്വർഗത്തിന് ഏത് ദേവനെ കൊണ്ടുവന്ന് കൊടുത്താലും ഒരിക്കലും ദേവുവിന് അത് തൃപ്തിയാവില്ല. കാരണം ദേവു ഇപ്പം കണ്ടുവച്ചിരിക്കുന്ന ചെക്കനെ തന്നെയാണ് ദേവുവിന് വേണ്ടതെങ്കിൽ ദേവുവിന് അത് കഴിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്നു വർഷം, നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക. ശ്രീകാന്ത് ഇവിടെ വിളിച്ചോണ്ട് പൊക്കോ, ഈ വിവാഹം ഞാൻ നടത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നടത്തത്തില്ല. അതെനിക്ക് താല്പര്യമില്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആരും എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട. ഒരിക്കലും ഞാൻ സമ്മതിച്ച് തരില്ല, ഈ വിവാഹം നടത്താൻ ഞാൻ അനുവദിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലെ നിന്ന് നമ്മുടെ സച്ചിത് അവസ്ഥ ചെയ്യുകയാണ് കേട്ടോ. ഏതായാലും പഠിച്ച പണി പതിനെട്ട് നമ്മുടെ രേവതിയും നോക്കുന്നുണ്ട്, അതുപോലെ വർഷയൊക്കെ നോക്കി. ഏതായാലും രവീന്ദ്രന്റെ ചെവിയിൽ എത്തി. രവീന്ദ്രനും ശ്രമിച്ചു. രവീന്ദ്രനും പറഞ്ഞു, അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വിശേഷത്തിൽ പറഞ്ഞായിരുന്നു, ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. രവീന്ദ്രനും പറഞ്ഞു എന്താണ് അവനൊരു കുറവ്, അവനിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സച്ചിൻ നിന്നോടുള്ള ശത്രുത കാരണമല്ല, അല്ലാതെ ഒരിക്കലും അവന് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന പെണ്ണിനെ നോക്കൂല, കുടുംബത്തെ നോക്കൂല എന്ന് അത് വെച്ച് നമുക്ക് അളന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും ഇത് തന്നെ സച്ചി. മറ്റേ സച്ചി ഇതല്ലാതെ വേറെ ഒന്നുമില്ല സച്ചിക്ക്. അങ്ങനെ ആകപ്പാടപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അരുൺ ഒരു തീരുമാനം എടുക്കുക. അരുണിന്റെ അമ്മയോട് പറയാണ്, ഇനി ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല, ഞാൻ ദേവുവിനെ വിളിച്ചിട്ട് ദേവുവിനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ് അമ്മേ, എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോനെ അത് വേണോ, അത് ശരിയാവും എനിക്ക് തോന്നുന്നില്ല, പിന്നെയും ഒരു സമാധാനക്കേടാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എനിക്ക് അവൾ ഇല്ലെങ്കിലാണ് സമാധാനക്കേട്, അവളൊന്ന് വിളിക്കാനോ ഒന്ന് പറയാനോ ഒന്നും പറ്റുന്നില്ല, അവളും നോക്കുന്നുണ്ട്, ഒരുപാട് അവള് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവുവിന്റെ അമ്മ പറഞ്ഞത്, ദേവുവിന്റെ അമ്മയും അതുപോലെ ദേവു ഒക്കെ പറഞ്ഞിരുന്നു, ഒരു കാര്യം സച്ചേട്ടനെ പോയി ഒന്ന് കണ്ട് സംസാരിച്ച് നോക്ക്, നിങ്ങളുമായിട്ടുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർക്ക്, സച്ചേട്ടനെ കണ്ടൊന്ന് പോയി സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരത്തിന് അവിടെ ഈഗോ, ശരത്തിനല്ല സോറി, നമ്മുടെ അരുണിന് അവിടെ ഈഗോ. അരുൺ പറഞ്ഞു, പിന്നെ ഞാനിപ്പോ ജോലി പോയി നിൽക്കാൻ തന്നെ കാരണം ആരാ, സച്ചി എന്ന് പറയുന്നത് നിന്റെ ചേട്ടനാ, അപ്പൊ പിന്നെ ഞാൻ അയാളുടെ കാലെ പോയി പിടിക്കാനോ, എന്റെ ജോലി പോയി ഞാനിപ്പോ നിൽക്കുന്നത് എന്താന്ന് നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും സാരമില്ല, സച്ചേട്ടനെ കൊണ്ടൊന്നും സമ്മതിപ്പിക്കാൻ നോക്കാൻ പറയുമ്പോ അരുണും അവിടെ വലിയ ഈഗോ കാണിച്ചിട്ട് അരുണും പോകാതിരിക്കുക. ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ആണെങ്കിൽ ആകപ്പാടെ തൊന്തരപ്പായിട്ട് നടക്കുകയാണല്ലോ. അപ്പം ഇതുവരെ ശ്രുതി വിളിക്കുന്നുമില്ല, ശ്രുതിക്ക് അവളെ വീട്ടിൽ കയറ്റാൻ പറ്റുന്നുമില്ല, ശ്രുതിക്ക് വിളിക്കണം എന്നുണ്ട് ആ ഒരു അവസ്ഥ. അപ്പൊ അമ്മയും
മകനും കാണാൻ വന്നായിരുന്നല്ലോ നമ്മുടെ ശ്രുതിനെ. അങ്ങനെ അവര് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം മോനൊരു വാക്ക് കൊടുക്കുന്നുണ്ട്, ഇനി അവനെ ഞാൻ ഇവിടെ വളർത്താം, നീ ഇനി ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചാൽ മതി, 2 ആഴ്ചക്കുള്ളില് നിന്നെ ഇങ്ങോട്ട് മാറ്റും, മോനിപ്പോ സന്തോഷമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞാണ് നമ്മുടെ ശ്രുതി പറഞ്ഞു വിടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുക. അപ്പം അവിടെ ഇനിയിപ്പം സ്കൂള് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ശ്രുതി ഒരു വാടക വീട് സെറ്റാക്കാന് തുടങ്ങാണ്. അപ്പൊ ഒരു വാടക വീട് ഇവർക്ക് എടുത്തു കൊടുക്കണമല്ലോ. അപ്പം ആ വാടക വീട്ടിലെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിക്ക് ചെല്ലാനും പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു വാടകക്കാരനെ കാണുകയും വാടകക്കാരനോട് ഇങ്ങനെ ഒരു വീട് വേണം, എന്റെ അടുത്ത ഒരാൾക്കാർക്കാണ് താമസിക്കാനാണ്, അമ്മയും മകനും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ പറയാ, നുണ പറഞ്ഞിട്ട് തന്നെയാണ് ആ വീട് എടുക്കുന്നത്. ശ്രുതിയുടെ മകനാണോ ശ്രുതിയുടെ അമ്മയാണോ എന്നൊന്നും പറയുന്നില്ല, എന്റെ ഒരു വേണ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വീട് എടുത്ത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് മീര ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് വീടെടുത്തിട്ട് നീ വീണ്ടും ഇവിടെയും പെട്ടു പോയില്ലേ ശ്രുതി? കാരണം വേറൊന്നുമല്ല, നീ ഇപ്പൊ പറയുന്നത് ഭയങ്കര കള്ളമാണ്. അതിപ്പം അവര് ഓണർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാവില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇപ്പൊ തൽക്കാലം എനിക്ക് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ സത്യസന്ധത ചമഞ്ഞ് ഞാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതം പോകും. എങ്ങനെയെങ്കിലും എന്റെ ശ്രുതിനെയെങ്കിലും കൈപ്പടിയിലാക്കിയതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തുറന്ന് പറയാം മീരെ, അല്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ മകനെയും അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരണം, അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ക്ഷീണവും തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് നീ എടുത്ത തീരുമാനം നല്ലതാ, എങ്കിലും ഈ വാടകക്കാരനോടെങ്കിലും ഒന്ന് സത്യം പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട എന്ന് തന്നെ ശ്രുതി പറയാ. വീണ്ടും വീണ്ടും ശ്രുതി ഓരോരോ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടുകയാണ്. പിന്നെ കാണിക്കുന്ന സീന് സുധീനെയാണ്. അപ്പൊ സുധി വീണ്ടും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, മതിയുടെ നീ ടെൻഷനൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിനൊക്കെ ഒരു ടെൻഷനും വേണ്ട, നീ മര്യാദയ്ക്ക് ജോലിക്ക് പൊക്കോ, നീ ഷോറൂം ചെന്ന് തുറക്കാൻ നോക്കണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഷോറൂം പോയി തുറന്നില്ലെങ്കിൽ ആ ഷോറൂം ഇനി ഞങ്ങള് പോയി തുറക്കേണ്ട അവസ്ഥ വരും, നിന്റെ അച്ഛനെ ഞാൻ പറഞ്ഞു വിടുന്നു പറഞ്ഞപ്പോഴത്തേക്കും, അമ്മ എനിക്ക് പറ്റത്തില്ലമ്മേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റയ്ക്ക് ആ ഷോറൂം കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റണില്ല, അതിന്റെ കാര്യങ്ങളെല്ലാം ഡീല് ചെയ്ത് പൊക്കോണ്ടിരുന്നത് ശ്രുതിയാ, ആ ശ്രുതി ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം നാണമില്ലേടാ പെങ്കോന്ത നിനക്ക് ഇങ്ങനെ പറയാന്? നിനക്ക് എന്താ തന്റെ ഇടവും തണ്ടും ഒന്നും ഇല്ലേ? നിന്നെ ഞാൻ എന്തിനാടാ പഠിപ്പിച്ചത്? 7 ഡിഗ്രി എടുത്തു എന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് തൂക്കി ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പം നീ കാരണം എനിക്ക് തലവേദനയാണല്ലോ, നാണമില്ലാത്തവനെ, മര്യാദയ്ക്ക് പൊക്കോണം, അവളെന്ന സ്വപ്നവും മോഹവും ഉണ്ടെങ്കിൽ അത് നീ അവസാനിപ്പിച്ചോ, അതുകൊണ്ട് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ നോക്കി. ഇനിയിപ്പം വേറൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ എന്താ ജോലിയും വേലിയും കൂലിയും ഒന്നും നിനക്ക് വേണ്ടേ? ഒരു കോടീശ്വരിയായ ഒരു പെണ്ണിനെ കൊണ്ട് തന്നെ ഞാൻ കെട്ടിക്കും, നിന്റെ ഈ സങ്കടമൊക്കെ അപ്പം മാറും, കുറച്ചു നേരത്തേനേ ഉള്ളൂ, നീ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആരെയാ സുധീനെ സോപ്പിടാണ്. എന്ത് സോപ്പിട്ട് പതച്ചിട്ടും നമ്മുടെ സുധിക്ക് യാതൊരു മാറ്റവും ഇല്ല. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ്, ഭാര്യയും ഭർത്താവും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ അടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആരൊക്കെ വിചാരിച്ചാലും അവരെ അകത്താനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ശ്രുതി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവുവിന്റെയും അരുണിന്റെയും കല്യാണക്കാര്യവും അതുപോലെ ശ്രുതിയും ഒന്നിക്കോ ഇല്ലയോ ഒന്നും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. രേവതിയായിട്ട് മുട്ടൻ അടിയൊക്കെയാണ് നമ്മുടെ സച്ചി. രേവതിയോട് പിണക്കം തന്നെയാണ്. നീ പറയാതെ പോയില്ലേ, എന്നെ കൂട്ടാതെ നീ പോയില്ലേ വീട്ടിലേക്ക്, ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഒരു അവസരം അവനുണ്ടാവില്ലായിരുന്നു, ഞാൻ അവനെ ആ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കി വിട്ടേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രേവതി പറഞ്ഞിരുന്നുവെങ്കിൽ, രേവതി അല്ലെങ്കിൽ പിന്നെ രേവതി അന്നത്തെ ദിവസം സച്ചിനെയും കൂട്ടി പോയിരുന്നുവെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടായേനെ. അപ്പം നീയും കൂടെ എന്നിൽ നിന്നും സത്യം മറച്ചു വെച്ചു, നീയും അരുണിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെയും സത്യം പറഞ്ഞിട്ടുണ്ടെ സച്ചിക്ക് കൊല്ലാനുള്ള കലിയും ദേഷ്യവും രേവതിയോട് ഒരു വെറുപ്പും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. രേവതി എത്ര പറഞ്ഞിട്ടൊട്ട് മനസ്സിലാവുന്നുമില്ല, തലയിലും കയറുന്നില്ല. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നെന്ന്. ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് അടിപൊളി ശേഷമാണ് കേട്ടോ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. എന്നും രാവിലെ നമ്മൾ ഒരു 7:45 ഫുൾ വിശേഷം, 7:45 അല്ല 7:15 കൂടി ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. വൈകിട്ട് നമ്മളൊരു 8 മണി കഴിയുമ്പോഴത്തേക്കും പ്രേമവിശേഷവും എന്നും ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലീനയുടെ കഥ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ പകുതി പേരും കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല. വ്യൂസ് ഒക്കെ വളരെയധികം കുറവാണ്. നേരത്തെ ഒത്തിരി പേര് കണ്ടോണ്ടൊക്കെ ഇരുന്നതായിരുന്നു. എന്തോ നമ്മുടെ യൂട്യൂബിന് റെക്കമെൻഡ് ലിസ്റ്റിൽ കയറ്റി വിടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് നമ്മുടെ റിയൽ സ്റ്റോറിയും ഒന്ന് പോയി നോക്കിയിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ഥിരമായിട്ടൊന്ന് കാണാനൊക്കെ ശ്രമിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.